ഖത്തറിന്റെ ആകാശത്ത് ഇപ്പോ കടുവയും പുലിയും ആമയും മീനുകളും ഒക്കെ പറന്നു നടക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നേരെ ഓൾഡ് ദോഹ പോർട്ടിലേക്ക് വന്നാൽ യെസ് ഇവിടെയാണ് ഖത്താർ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റേഡിയോ മലയാളം 98.6 നിന്നും പാർവതിയാണ്. ശരിക്കും കുട്ടികളൊക്കെ കാര്യമായിട്ട് എൻജോയ് ചെയ്യണം. നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ പട്ടങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു 30 റിയാൽസ് ഒക്കെ കൊടുത്താൽ തന്നെ അത്യാവശ്യം സൈസുള്ള പട്ടം കിട്ടും. അത് നമുക്ക് ഇവിടെ തന്നെ പറപ്പിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം സെഷൻസ് ഉണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പട്ടങ്ങൾ രാത്രിയും പകലും ഒക്കെ നമ്മളുടെ ഓൾഡ് ദോഹ പോർട്ടിന്റെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന കാഴ്ച അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ പട്ടങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് തന്നെ പറക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് നാഷണാലിറ്റീസ് ആണ് ഇവിടെ ഈ ഒരു പട്ടം പറത്തലിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് കുറെ മലയാളീസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു ചേട്ടൻ കഷ്ടപ്പെട്ട് പട്ടം പറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടം പറക്കുന്നില്ലേ ചോദിച്ചു നോക്കാം. പട്ടം പറക്കുന്നില്ലേ? അതെ, പട്ടം പറക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി കൈറ്റ് ഫെസ്റ്റിവൽ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വളരെ കളർഫുൾ ആയിട്ടൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഡിഫറെന്റ് ഷേപ്പ്, ഡിഫറെന്റ് കളർ, ഡിഫറെന്റ് നാഷണാലിറ്റി, നല്ലൊരു വൈബ്, നല്ല ക്ലൈമറ്റ്, എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. വീക്കെൻഡ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ് ഒക്കെ നമുക്ക് ഫാമിലിയുമായിട്ട് വന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വൈബാണിത്. ഇല്ല, ഞാനിത് ഫസ്റ്റ് ടൈമാണ് കൈറ്റ് ഫെസ്റ്റിവലായിട്ട് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് ആക്ച്വലി ദുബായിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഖത്തറിലേക്ക് വരുന്നത്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു വൈബാണ്, ടോട്ടലി നല്ലൊരു വൈബാണ്. അതുപോലെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്കൊക്കെ നമുക്ക് പോകാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു മെമ്മറി കൂടിയാണ്. അത് തന്നെ മുമ്പ് പട്ടം പറത്തിയതിന്റെ ഓർമ്മയും കൂടെ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് എന്റെ ഒരു സജഷൻ. ഓക്കെ, ആ ഭാഗത്ത് നമുക്ക് പട്ടം കിട്ടും. 30 റിയാലാണ്. എല്ലാവരും ഇവിടുന്ന് വാങ്ങിച്ച് പറപ്പിക്കുന്നുണ്ട്. 30 റിയാൽസ് ആണ്. വളരെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു വൈബും നല്ലൊരു കളർഫുൾ അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, തീർച്ചയായും താങ്ക് യു സോ മച്ച്. താങ്ക് യു. കുട്ടികളുടെ ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ പട്ടം മാത്രമല്ല, നമുക്ക് ആ സെഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ട്രാംപലൈൻ പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും ശരിക്കും ഭയങ്കര കളർഫുൾ ആണെന്നുള്ളതാണ്. പിന്നെ ഫുഡ് കിയോസ്കുകളുണ്ട്. ഫുഡും വെള്ളവും കാര്യങ്ങളിലൊന്നും നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആൻഡ് ഫ്രീ എൻട്രി ആണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. സോ ഫാമിലിനെ കൂട്ടിച്ച് നിങ്ങൾ വൺസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. നമുക്ക് ജാനുവരി 25 വരെയാണ് ഓൾഡ് ദോഹ പോർട്ടിൽ ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് നമ്മളെ ലൈവിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷഫീഖ് വികെ ജോയിൻ ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് യാഷേഖ്, അതുപോലെ ഷാബ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് നമ്മുടെ കൈറ്റ് ഫെസ്റ്റിവൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. സോ നേരിട്ട് തന്നെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം സെഷൻസ് ഉണ്ട്. ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, ശരിക്കും ഒരു അടിപൊളി സ്പോട്ടായിട്ട് നമ്മുടെ ഓൾഡ് ദോഹ പോർട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഒരു സ്കൈ ഹൈ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിറയെ സ്റ്റോറുകളും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ എൻട്രി ആണ്. അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും നമ്മൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ 2024 ആണെന്നുണ്ടെങ്കിലും കൈറ്റ് ഫെസ്റ്റിവൽ നമ്മളെല്ലാവരും പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയണ്ടാവും. ഒരുപാട് എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അല്ലേ. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ഇവന്റ് തന്നെയാണ് ഇപ്രാവശ്യം നമ്മളുടെ ഓൾഡ് ദോഹ പോർട്ടിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, ജാനുവരി 25 വരെയാണ് ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ നമ്മുടെ ഖത്തറിൽ നടക്കുന്നത്. അതും എന്താ പറയുക, വളരെ പോപ്പുലർ ആയിട്ടുള്ള കൈറ്റ് സ്പെഷ്യലിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളൊരു റിമൈൻഡർ.